ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേണുഗോപാൽ. എൻ്റെ വീഡിയോ നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ കുറേ ഈ ഒരു മാസമായിട്ട് വീഡിയോ ഇടാൻ സമയം കിട്ടിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. ഇന്നെന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് ജാതിക്കയാണ്. നമ്മുടെ വീടുകളിൽ മിക്കവാറും കേരളത്തിൽ ഒരു ജാതിമരോ ജാതിക്ക ഇല്ലാത്ത വീടുകളില്ല. അതുപോലെ വിപുലമായൊരു ജാതി കൃഷി ചെയ്യുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. അവരാണെങ്കിലും അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ വിൽക്കാൻ പാകത്തുള്ള സാധനങ്ങൾ എടുത്തതിന് ശേഷം ബാക്കി തന്നെ പുറന്തട്ട മുഴുവൻ കളയണത്. അപ്പോൾ ഈ പുറന്തട്ട കളയാതെ നമുക്കൊരു നല്ലൊരു വസ്തുവാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടോ? അപ്പോൾ ഇതിൻ്റെ പുറം നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അതിനുള്ളിൽ നമുക്ക് അതിൻ്റെ ജാതി പത്രിയും അതിൻ്റെ കുരുവെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ ഭാഗത്ത് അത് കണ്ടിച്ച് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുക, നല്ല ഭംഗിയായിട്ട്. ഇനി ഇതുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. വാട്ടി കോരി വെച്ചിരിക്കുന്നതാണത്. നമ്മുടെ വെള്ളമെല്ലാം ഊറ്റി നല്ല ഫുള്ളായിട്ട് വെള്ളം ഡ്രൈ ആയിട്ട് ഊറ്റി വേണം. ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഇതിലൊരു തുളയുള്ള പാത്രത്തിലിട്ടിട്ട് നമ്മൾ വെള്ളം മുഴുവൻ ഊറ്റി വയ്ക്കുക. അതിനുശേഷം ഇവിടെ പഞ്ചസാര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാ പഞ്ചസാര പാനിയാണത്. ഇതിൽ പഞ്ചസാരയുണ്ട്, ഏലക്കായുണ്ട്, ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ ഇത് ശരിക്കും തണുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഇട്ട് വെക്കണം. ഇപ്പം നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 5-6 മണിക്കൂറെങ്കിലും പഞ്ചസാര പാനിയിൽ ഇട്ട് വെക്കണം. അപ്പം നമ്മൾ തലേദിവസം ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഡ്രയറിൽ ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഡ്രയർ ഇല്ലാത്ത ആൾക്കാരൊക്കെ അത്യാവശ്യം സൂര്യപ്രകാശത്തിലാണെങ്കിൽ നല്ല വെയിലത്ത് പ്രാണികളൊന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായിരിക്കും നമുക്കിപ്പോൾ എല്ലാവർക്കും ഡ്രയർ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഡ്രയർ ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒത്തിരി ജാതിക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ഡ്രയറൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുണ്ടാക്കി ശരിക്കും വിപണനം ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നല്ല രുചിയുള്ളതാണ്. എല്ലാവർക്കും സാമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാം. 2 ദിവസത്തെ പണി കഴിഞ്ഞ് നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. കാരണം ഞാനിത് ഡ്രയറിലല്ല ചെയ്തത്, ഞാൻ വെയിലത്താണ് ചെയ്തത്. ഈ ഡ്രയറുണ്ട്, പക്ഷേ വെയിലത്തുള്ള റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിലത്ത് ചെയ്തത്. അപ്പോൾ സാധാരണ ആളുകൾക്കെല്ലാം ഡ്രയറില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിലത്ത് തന്നെ ചെയ്തത്. വളരെ ഭംഗിയായിട്ടുണ്ട്, നല്ല രുചിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും കഴിക്കുക. ഇഷ്ടമുള്ളത് കൂടുതലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി ബിസിനസ്സായിട്ട് ചെയ്യണമെങ്കിൽ ബിസിനസ്സായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം ആവശ്യം ഉപയോഗിച്ചും ചെയ്യാം. ഓക്കെ, താങ്ക് യു.